ഓരോ സ്ട്രെസ്സിലൊക്കെ പെട്ടിരിക്കുമ്പോൾ നല്ല കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിനായി നിങ്ങൾക്ക് വേണ്ടി വളരെ രസകരമായ അത്തരത്തിലുള്ള കുറേ സംഭവങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ രസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്കൊക്കെ പല വ്ളോഗർമാരെയും അറിയുമായിരിക്കാം. പല വ്ളോഗർമാരുടെ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും. അങ്ങനെയുള്ള വ്ളോഗർമാർ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാറില്ല ഇവർക്ക് ഇത് എന്ത് പറ്റി, എന്താ വീഡിയോ ഇടാത്തതെന്ന്. അപ്പൊ ഇവിടെ അതുപോലെ ഒരു പ്രമുഖ വ്ളോഗർ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തതിന്റെ കാരണം തന്റെ ഫാൻസിനോട് വിശദീകരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, 2-3 ദിവസം വീഡിയോ ഇടാത്തത് പണിയുണ്ടായി. 2-3 ദിവസം നമുക്കും ജീവിക്കണ്ടേ. നിങ്ങളിൽ ക്രിക്കറ്റ് ഫാൻസ് ഒക്കെ ആയി കുറെ ആളുകൾ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ക്രിക്കറ്റ് ഒക്കെ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നന്നായി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഇംപ്രസീവായ കുറെ ഫീൽഡിംഗ് മൂവ്മെന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ അതുപോലെ ക്രിക്കറ്റിന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു അൺബിലീവബിൾ ഫീൽഡിംഗ് മൂവ്മെന്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. And this is up in the air, in space. The chase is on. Fielder doing. Oh well, that's wow, I've never seen anything. Charlie, pick yourself off the floor. അടുത്തതായി നമ്മളിവിടെ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പോലീസ് ഓഫീസർ ഒരു ഗ്യാങ്സ്റ്ററിനെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ മിഷൻ എന്താവുമെന്ന് കാണണ്ടേ. അവന്റെ ബൈക്കിനെ കുറിച്ച് അവൻ അറിയുന്നതിനേക്കാൾ ആ ചേച്ചിക്ക് അറിയാമല്ലോ. ഇത് അവന്റെ ബൈക്കല്ലേ, എവിടുന്നെങ്കിലും കട്ടതാണോ? ഈ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് ചില ട്രിക്സൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇതുപോലെ ആരൊന്നും വിചാരിക്കരുത്, ഇങ്ങനെയുള്ള ട്രിക്സ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ രൂക്ഷമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് Today's wish list. Slap your happiness. Baby, at the end of the day, a few moments later. in nomine Patris et Filii. അതിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല, അത് അവനായിട്ട് ചോദിച്ചു മേടിച്ചതാണ്. നീലിപ്പെണ്ണ് ഡെത്തിറക്കും, നീലിപ്പെണ്ണ് പൂജി കളിക്കും, നീലിപ്പെണ്ണ് ചോര കുടിക്കും, നീലിപ്പെണ്ണ് തള്ളിമറിക്കും. നിന്റെ പേര് നിങ്ങളുടെ അത്ര കൈക്ക് നീളവും ഇല്ല, അത് യൂസ് ചെയ്യാനുള്ള ശേഷിയും ഇല്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാമെന്നാണോ? നമ്മളെല്ലാവരും നിരവധി പ്രാങ്കുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ ചിലവന്മാരുടെ പ്രാങ്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അധികം പ്രാങ്കുകളൊന്നും ചെയ്യാൻ ഇവന്മാർ ഇനി ബാക്കി ഉണ്ടാവില്ല എന്ന്. അങ്ങനെയുള്ള 2 പ്രാങ്കുളികളെ കാണാം. എന്റെ പൊന്നു മക്കളെ, ഇറച്ചിക്കറിയിൽ ഉപ്പ് കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഫജിനോട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് 4 പീസാക്കിയിട്ട് അതിലിട്ട് വേവിക്കാൻ. അപ്പൊ ചെയ്തേക്കണ ചീത്താണ് കാണുന്നത് കേട്ടാ. കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് 4 ഇടിച്ചിട്ട് 2 പീസാക്കി ഇട്ടിട്ടുണ്ട്. 2 പീസ് ബീഫാക്കി ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് ബുദ്ധിമതി. തോറ്റിട്ട് എളുപ്പല്ല. ഇതേപോലത്തെ ഒരെണ്ണത്തിന് ഭാര്യയായി കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ലൈഫ്. ഇനി ഒരുപറ്റ ആളുകൾ അവരുടെ മന്ത്രിയോടുള്ള സ്നേഹം അവർ പാടി പ്രകടിപ്പിക്കുന്നത് കാണാം.
ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷമിക്കണം, എനിക്ക് ആ പാട്ടിന്റെ ലൈൻ തെറ്റിപ്പോയി. അതിങ്ങനെ താളം പിടിച്ചു വന്നപ്പോൾ അതിൻ്റെ ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോയതാ. കുഴപ്പമില്ല, ആർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. സ്പീക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ, അപ്പോഴേക്കും ഇങ്ങനെ പേടിച്ചാലോ. നമ്മളൊക്കെ പല സൂപ്പർ ഹീറോസിനെയും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എപ്പോഴെങ്കിലും ആളുകളൊക്കെ രക്ഷിച്ചു കഴിഞ്ഞിട്ട് ഈ സൂപ്പർ ഹീറോസ് പിന്നെന്താണ് ചെയ്യാറുള്ളത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ദാ കണ്ടോ. ഇതിലിപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആളുകളെ രക്ഷിച്ച് നടക്കുന്നു എന്നല്ല, അതിൽ നിന്ന് 10 പൈസ വരുമാനമില്ല. പിന്നെ ഇപ്പോൾ ആളുകളെ രക്ഷിക്കുന്ന സൂപ്പർ ഹീറോസിനായിട്ട് വല്ല ഗവൺമെന്റ് പെൻഷനും ഉണ്ടെങ്കിലായി. പക്ഷെ അതും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഇതുപോലുള്ള സൈഡ് ബിസിനസ് നോക്കേണ്ടി വരും. ക്വയറ്റ് നാച്ചുറൽ. Чё это, блядь? А ну нахуй. Фила, блядь. Адидас, нахуй. Тойота. Ёб твою мать. ടൊയോട്ട ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ഇനി നമുക്ക് നമ്മുടെ മലയാളം TV ഷോകളിലെ ചില സംഭവങ്ങൾ കാണാം. ഇവിടെ മാത്രം ഒരു വള്ളി വന്നതാണോ അതെയോ ബാക്കി കിട്ടാഞ്ഞിട്ടാണോ? അല്ല, നമ്മുടെ സ്റ്റൈലാണല്ലേ. പക്ഷെ ലുക്കിംഗ് വെരി ഹോട്ട്, വെരി ഹോട്ട്. സത്യം. പക്ഷേ എനിക്ക് നേരട്ടി സന്തോഷം, ചാർജ് ആയോ. എന്ത് ചെയ്യാനാണ് പോകുന്നത്? അത് പറ്റില്ല. ഒരു പയ്യൻ വന്നപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി നേരം സംസാരിക്കാൻ പറ്റില്ല. പെർഫോമൻസ് തുടങ്ങാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ലേ, പഞ്ചാര സ്വാതന്ത്ര്യം. ഇത് പ്രോഗ്രാം കഴിഞ്ഞ് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ഇതിപ്പോ പ്രോഗ്രാം നടക്കട്ടെ. ഞങ്ങൾ ഒളിച്ചും പാത്തൊന്നും ചേട്ടനെ പോലെ ഒന്നും ചെയ്യാറില്ല. ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമില് ഫ്രണ്ട്സ് ആയി. ഇപ്പോഴും ഫ്രണ്ട്സ് ആണോ അതെയോ? അത് റിമിക്ക് എത്ര ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ് അല്ലെങ്കിൽ പറയണ കേട്ടോ. ജസ്റ്റ് ഫ്രണ്ട്സ്. നല്ല ചെസ്റ്റ്, അതാണ് ഈ രണ്ടുപേരും വീണിരിക്കുന്നത്. സുന്ദരിയായ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ എന്തു മനസ്സിലാക്കണം? നിങ്ങൾക്ക് പ്രായമായി എന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ പറയാം, ഒരിക്കലും സുന്ദരികളായ പെൺകുട്ടികൾ അല്ലെങ്കിൽ അവനവന് ഇത്തിരി ചളപ്പ് തോന്നും, സുന്ദരനായ പെൺകുട്ടി അവർ മാക്സിമം അവോയ്ഡ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് വെച്ചിട്ട് ഞാനാണേലും ഇരിക്കും. എന്താ ഇത് സുന്ദരികളായ കുട്ടികളുടെ കാര്യം, തനിക്ക് ഇതിന് വലിയ ഐഡിയ ഇല്ല. How many kids you have? 11. You have 11 kids. I am every time working, no stopping. ഇതുപോലെയുള്ള ഹാർഡ് വർക്കേഴ്സിനെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക ഗൈസ്. ഇനി നമുക്കൊരു വിരഹ കാമുകന്റെ വളരെ കിഡ്നി ടച്ചിങ് ആയിട്ടുള്ള ചില വാക്കുകൾ കേൾക്കാം. മരിച്ചാല് പനിയപുറത്താക്കണം. പനിയപുറത്ത് ബനിയമ്പുറത്തോ? അതാമ്പോ അവിടെ കബറടിക്കായി. സ്ഥലാണ് പനിയപ്പുറം ആര് കാരണം? ഓളോ ഓള് കാരണം. അതാരാ? സ്ഥലകാരനോ? സന കാരണം. ഓക്കെ, സനാണ് പണ്ട് ഇങ്ങനെ ആക്കിയത് ഈ അവസ്ഥയില്. സനയാണ് എന്റെ പ്രേമത്തിന്റെ അടിത്തട്ടിലേക്ക് ഉണ്ടായത്. ഇനി വേറെത്തണ്ട്. ഇതിന്റെ കാരണക്കാരൻ ഓളാണ് വെച്ചാല്. ആണോ? അങ്ങനെ പറയരുത്. ഇപ്പോഴും ഇഷ്ടം. ഓള് വേറെ ആരെയും കെട്ടിക്കോട്ടെ. ഇപ്പോഴും ഇഷ്ടം. ലൈഫ് എൻജോയ് ചെയ്തോളൂ. ഞാൻ കെട്ടിയാതിയോ? ഇപ്പോഴും ഇഷ്ടം. ഇപ്പോഴും ഇഷ്ടം. അത്ര ഇഷ്ടം. അത് നായിക്കളല്ല. പ്രാങ്കുകളുടെ കാര്യം നമ്മൾ നേരത്തെ തന്നെ ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ പ്രാങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രാങ്ക് ചെയ്യാം. പക്ഷെ പാരൻസിനൊക്കെ പ്രാങ്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിക്കുന്നതാണ് നല്ലത്.
आखिरी बार अपने बच्चे से मिलेगी मिलेगी पापा जी मेरे को ले जाएगी बाय टाटा गुड बाय गया सॉरी ഈ പടിക്കൽ ചെന്ന് കനമുടച്ചു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിപ്പോയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.